ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഒറ്റപ്പാലത്ത് അയോധ്യ ഹോട്ടലിൽ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന പുതിയ സിനിമ, മോഹൻലാലും സൗന്ദര്യയും ജഗത് ശ്രീകുമാറും തിലകൻ ചേട്ടനും ഒക്കെ അഭിനയിക്കുന്ന സിനിമ, ആ ഷൂട്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ അയോധ്യ എന്ന് പറയുന്ന ഹോട്ടലിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഒരു ദിവസം രാത്രി വൈകിട്ട് റിസപ്ഷനിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, നടൻ ശ്രീരാമൻ ലൈനിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ അത്യാവശ്യമായിട്ട് എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, ശ്രീരാമനോട് ഞാൻ നാളെ രാവിലെ അങ്ങോട്ട് വിളിക്കാമെന്ന് പറ എന്ന് പറഞ്ഞിട്ട് പിറ്റേ ദിവസം രാവിലെ പിന്നെ ഒരു 8:30 മണിയായപ്പോൾ ശ്രീരാമൻ്റെ നമ്പറിൽ വിളിച്ചു. അപ്പോൾ ശ്രീരാമൻ കുറേ നേരം ഭയങ്കര ചിരിയാണ്. ചിരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഒരിക്കലും ഇയാൾ ഇങ്ങോട്ട് വിളിക്കും എന്നെനിക്ക് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. വെറുതെ അപ്പോൾ രാത്രി വിളിച്ചത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് പിന്നെ അങ്ങോട്ട് വിളിക്കാം എന്ന് പറഞ്ഞതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ പറഞ്ഞത് അല്ലല്ല, നിങ്ങളങ്ങനെ ഡിസിപ്ലിൻഡായിട്ട് തിരിച്ച് വിളിക്കുന്ന ആളാണെന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. മാത്രമല്ല പിന്നെ എപ്പോഴും മുറിയിലിങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുക, വേറെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങാതിരിക്കുക, ഇതൊക്കെയാണ്. ഞാൻ പറഞ്ഞത് അതുകൊണ്ടൊന്നുമല്ല, എന്തെങ്കിലും പ്രധാനപ്പെട്ട ഏർപ്പാടുകൾ മുറിക്കകത്ത് ചെയ്യേണ്ടത് വരുമ്പോൾ, പ്രത്യേകിച്ച് എഴുത്ത് ഒക്കെ വരുമ്പോൾ മുറിക്കകത്ത് അടച്ചുപൂട്ടിയിരിക്കുകയല്ലാതെ ആളുകളായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ കാര്യങ്ങൾ നടക്കില്ലല്ലോ. അതുകൊണ്ടാണ്. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, മറ്റൊന്നുമല്ല, ഞാൻ വിളിച്ചതെന്താണെന്ന് വെച്ചാൽ ഇന്ന് വൈകുന്നേരം തിരുനാവായയിൽ വെച്ചിട്ട് അരവിന്ദേട്ടൻ്റെ സ്മരണ എന്ന് പറഞ്ഞിട്ട് അരവിന്ദ സന്ധ്യ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അത് ശ്രീനിയുടെ അടുത്ത് പറയാനാണ്. അരവിന്ദേട്ടനുമായിട്ട് അടുപ്പവും ബന്ധമുള്ള ആളുകളെയൊക്കെ ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട്. ആരൊക്കെ വരും ആരൊക്കെ വരില്ല എന്നറിയില്ല. ശ്രീനിക്ക് ഷൂട്ടിങ്ങും തിരക്കും എഴുത്തുമൊക്കെ ആണെങ്കിൽ ഞാൻ നിർബന്ധിക്കുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, അതല്ല, ഞാൻ ആ സമയത്ത് പ്രിയദർശനോട് ചോദിച്ചിട്ട് എത്ര മണിക്കാണ് പരിപാടി? അപ്പോൾ ഒരു 4 മണിക്കാണ് എന്ന് പറഞ്ഞു. ശരി, ഞാൻ പരമാവധി ഞാൻ വരും എന്ന് പറഞ്ഞു. ശരി, ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു ഫോൺ വെച്ചു. എന്തായാലും ഒരു കാറൊക്കെ സംഘടിപ്പിച്ച് ഞാൻ ഈ തിരുനാവായ സ്ഥലം പറഞ്ഞിരുന്ന ക്ഷേത്രത്തിനടുത്ത് ഉള്ള ഭാരതപ്പുഴയുടെ കരയിൽ മണലിൽ ആണ് പ്രോഗ്രാം എന്ന് പറഞ്ഞിരുന്നത്. അങ്ങനെ സ്ഥലം അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാനവിടെ എത്തി. അപ്പോൾ അവിടെ നിരവധി പേരുണ്ടായിരുന്നു. ആർട്ടിസ്റ്റ് നമ്പൂതിരി, സക്കറിയ, കവി വിനയചന്ദ്രൻ, നെടുമുടി വേണു, പിന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാട്, ഷാജി എൻ കരുൺ, ക്യാമറാമാൻ എസ് കുമാർ, ജനറൽ പിക്ചേഴ്സിലെ ശങ്കരൻ എന്ന് പറയുന്ന അദ്ദേഹം, രാജശേഖരൻ നായർ, അങ്ങനെ അല്ലാതെ സിനിമയിൽ മാത്രമല്ല, സിനിമയ്ക്ക് പുറത്തും ഉള്ള നിരവധി ആളുകൾ ആ സായാഹ്നത്തിൽ അവിടെ ഒത്തുകൂടിയിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഔപചാരികതയുമില്ലാത്ത ഒരു ചടങ്ങായിരുന്നു. അരവിന്ദേട്ടനെ സ്നേഹിക്കുന്ന ജീവിതത്തിൻ്റെ നാനാ തുറയിലുള്ള ആളുകൾ സ്വയം സന്നദ്ധരായിട്ട് ഇങ്ങനെ വിവരം അറിഞ്ഞിട്ട് ആരും ഇപ്പോൾ അത് ആമുഖ ഭാഷണത്തിൽ പിന്നെ നെടുമുടി പറഞ്ഞതുപോലെ പല ആളുകളെയും ഈ ചടങ്ങിലേക്ക്, ഇങ്ങനെ ഒരു ചടങ്ങല്ലായിരുന്നുവെങ്കിൽ കാറും കാര്യങ്ങളും ഒക്കെ കൊടുത്ത് അതിനെയൊക്കെ വിളിച്ച് വരുത്തി പ്രത്യേകമായി സ്വീകരിച്ച് ആനയിച്ചിട്ടൊക്കെ വരുത്തേണ്ട ആളുകളെ സ്വയം അങ്ങോട്ട് വന്നിരിക്കുകയാണ്. അവർ തന്നെ അവരുടെ യാത്രയും കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിക്കൊണ്ട് അവിടെ വന്നിരിക്കുകയാണ്. അരവിന്ദേട്ടൻ്റെ ഭാര്യ ശ്രീമതി ലീലയും ഉണ്ടായിരുന്നു. അപ്പോൾ നെടുമുടി പറഞ്ഞു, ഇത് ആരംഭിക്കാൻ ഔപചാരികമായ അധ്യക്ഷൻ, സ്വാഗത ഭാഷകൻ, പിന്നെ പ്രാസംഗികർ, അങ്ങനെയുള്ള ചിട്ടവട്ടങ്ങളും കാര്യങ്ങളൊന്നും ഈ ചടങ്ങിനില്ല. ഇപ്പോൾ ഈ ചടങ്ങ് ഇങ്ങനെ അങ്ങ് തുടങ്ങി. ഇതുതന്നെയാണ് ചടങ്ങിൻ്റെ തുടക്കം. ഞാൻ സംസാരിക്കുന്നു, നിങ്ങൾ കേൾക്കുന്നു. ഇനിയിപ്പോൾ വേറൊരു ശരിക്കുള്ള തുടക്കം എന്ന് പറഞ്ഞാൽ ഞരളത്ത് രാമപൊതുവാളുടെ മകൻ ഹരിഗോവിന്ദ് എന്ന് പറയുന്ന ആൾ ഒരു
പാട്ട് പാടും, ഇടയ്ക്ക വായിക്കും. ആ സമയത്ത് വേദിയുടെ ഒരു സൈഡിൽ ഉറപ്പിച്ചിട്ടുള്ള ക്യാൻവാസിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി അരവിന്ദേട്ടൻ്റെ ചിത്രം വരയ്ക്കും. അസാധ്യമായ ഒരു തികച്ചും അഭൂതപൂർവമായ ഒരു അനുഭവമാണ് ഹരിഗോവിന്ദ് പാടുകയും ഇടയ്ക്ക വായിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്കുണ്ടായത്. അതേസമയം തന്നെ പിന്നെ ഈ ക്യാൻവാസിൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി അരവിന്ദേട്ടൻ്റെ പ്രത്യേക തരത്തിലുള്ള അതിരസകരമായ ഏതാനും വരകൾ കൊണ്ട് അരവിന്ദേട്ടൻ്റെ ദാർശനിക ഭാവമുള്ള ആ മുഖവും ആ സൗന്ദര്യവും എല്ലാം ആവാഹിച്ചെടുക്കുന്ന രീതിയിലുള്ള 2, 3, 4, 5 ചിത്രങ്ങൾ ഈ പാട്ടുകൾ പാടുന്നതിനിടയിൽ അദ്ദേഹം വരച്ചത് ശരിക്കും അതിഗംഭീരമായിരുന്നു. അങ്ങനെ പലരും സംസാരിച്ചു. ബാലേന്ദ്രൻ ചുള്ളിക്കാട് അരവിന്ദേട്ടൻ്റെ വേർപാട് മലയാള സിനിമയ്ക്കും അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് സംഘത്തിനും ഉണ്ടാക്കിയ നഷ്ടത്തെക്കുറിച്ച് വളരെ കാര്യമാത്ര പ്രസക്തമായും അനുഭവിച്ചും സംസാരിച്ചു. അദ്ദേഹം ഒരു കവിത ചൊല്ലുകയുണ്ടായി. സക്കറിയ സംസാരിച്ചത് പാലായിലെ ഒരു ഉൾനാടൻ ഗ്രാമത്തിലെ ഒരു നാട്ടുംപുറത്തുകാരൻ്റെ മനസ്സുമായി തിരുവനന്തപുരത്ത് വന്ന് അരവിന്ദൻ എന്ന് പറയുന്ന മനുഷ്യനെ പരിചയപ്പെട്ടതിന് ശേഷം ഉണ്ടായിട്ടുള്ള സക്കറിയയിലെ മാറ്റങ്ങളെക്കുറിച്ചാണ്. എന്നുവെച്ചാൽ സക്കറിയ പറയുന്നത് സക്കറിയയുടെ വേഷത്തിലും സക്കറിയയുടെ ചിന്തയിലും ഒരു പരിധിവരെ സക്കറിയയിലെ എഴുത്തുകാരനെയും ഉണ്ടാക്കിയെടുക്കുന്നതിൽ അരവിന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ ചെലുത്തിയ സ്വാധീനത്തെക്കുറിച്ച് വളരെ രസകരമായി അദ്ദേഹം സംസാരിച്ചു. പക്ഷെ സംസാരിക്കുന്നതിനിടയിൽ ഇദ്ദേഹം എന്തോ സംസാരിക്കുന്ന തൊട്ട് മുമ്പ് വെറ്റില മുറുക്ക് എന്തോ ചെയ്തിട്ട് തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഭയങ്കര ചുമയുണ്ടായിരുന്നു. അങ്ങനെ ഈ ചുമ മൈക്കിൽ കൂടി നല്ല രീതിയിലാണ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പുള്ളി ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം, ഞാനിങ്ങനെ മുറുക്കിപ്പോയതുകൊണ്ട് ചുമയ്ക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞ് അരവിന്ദേട്ടൻ്റെ എറണാകുളത്തുള്ള സുഹൃത്ത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ആൾ ഒരു കവിത ചൊല്ലി. അതിനുശേഷം എന്നോട് 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ചടങ്ങിന് ഇന്നിവിടെ വരാനിടയായതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു പുതിയ അറിവുണ്ടായി. എന്ന് വെച്ചാൽ സക്കറിയ എന്ന് പറയുന്ന ആളിന് ചെറുകഥ എഴുതാൻ മാത്രമല്ല നല്ല എക്കോയിൽ ചുമയ്ക്കാനും അറിയാം എന്നെനിക്ക് മനസ്സിലായി തുടങ്ങി. കാരണം ഇദ്ദേഹം മൈക്കിൽ ചുമയ്ക്കുമ്പോൾ ഈ വലിയ പിന്നെ ഇതിൽ കൂടെ ഈ മൈക്കിൽ കൂടെ ഇത് ഇങ്ങനെ വലിയ പ്രതിധ്വനിയായിട്ട് ആണ് ചുമ ആളുകൾ മൈക്കിൽ കൂടി കേട്ടത്. ഞാൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ അരവിന്ദേട്ടൻ്റെ നാട് എന്ന് പറയുന്നത് കോട്ടയത്താണ്. ഔദ്യോഗിക കാര്യങ്ങൾക്കായി കേരളത്തിൻ്റെ ഒരുപാട് ഭാഗങ്ങളിൽ അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. കോഴിക്കോടുണ്ടായിരുന്നു കുറേ നാൾ. പിന്നെ വളരെ കാലം അദ്ദേഹം തിരുവനന്തപുരത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട് എന്ന് പറയുന്നത് അരവിന്ദൻ എന്ന് പറയുന്ന ആൾ കൂടുതൽ കാലം ജീവിച്ചത് ശരിക്കും പറഞ്ഞാൽ തിരുവനന്തപുരത്തായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അവിടെയൊന്നും അരവിന്ദ സന്ധ്യ എന്ന് പറഞ്ഞിട്ട് ശ്രീരാമനും നെടുമുടി വേണുവും കൂടി ഒരു ചടങ്ങ് നടത്തിയിട്ടില്ല. അപ്പോൾ ഈ ചടങ്ങ് തിരുനാവായയിൽ വെച്ച് നടത്താനുള്ള കാരണം എന്ന് പറയുന്നത് ഇവർ രണ്ടുപേരുടെയും ശ്രീരാമൻ്റെയും നെടുമുടിയുടെയും ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ച ഒരു സംഭവമായിരുന്നു തമ്പ് എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത്. തമ്പ് എന്ന സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ശ്രീരാമനെ പറ്റി കേട്ടിട്ടുള്ളത് ഒരു പോക്കിരിയും ഒരു ചട്ടമ്പിയും ഒക്കെയാണെന്നാണ്. ഈ
നെടുമുടി വേണു എന്ന് പറയുന്ന ആൾ തമ്പിൽ അഭിനയിക്കുന്നതിന് മുമ്പ് മഹാ ബുദ്ധിജീവിയായിരുന്നു എന്നും ഞാൻ പറഞ്ഞു. അതായത് ഇവിടം വരെ എത്തുന്ന മുടിയും ഇവിടം വരെയുള്ള താടിയും ഒക്കെ ഉള്ളത് ഒരാളായിരുന്നു. ഭയങ്കര ബുദ്ധിജീവി. ഈ ബുദ്ധിജീവിയുടെയും പോക്കിരിയുടെയും ജീവിതത്തിലെ മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ മിക്കവാറും ഈ പോക്കിരി വാളെടുത്തവൻ വാളാൽ എന്ന് പറയുന്നത് പോലെ ഈ പോക്കിരി വല്ലവൻ്റെയും കത്തി ദേഹത്ത് കൊണ്ട് തീരും കേസ്. ബുദ്ധിജീവി എന്ന് പറയുന്ന ആൾ രാത്രി മുഴുവൻ പകലുമൊക്കെ കള്ളു കുടിച്ച് ഏതെങ്കിലും കള്ള് ഷാപ്പിൻ്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കാനായിരിക്കും അയാളുടെ വിധി. ഇങ്ങനെയുള്ള ഇവരെ തമ്പിൽ അഭിനയിപ്പിച്ചതോടുകൂടി അരവിന്ദൻ എന്ന് പറയുന്ന ആൾ ഇവരെ മാറ്റിമറിച്ചു. ഇവരുടെ ജീവിതത്തെ അപ്പാടെ മാറ്റിമറിച്ചു. ഇതാ ഇപ്പോൾ ഇവരെ നോക്കൂ, എന്ത് സാത്വിക ഭാവത്തിലാണ് ഈ ശ്രീരാമൻ ഇവിടെ ഇരിക്കുന്നത്. കൈരളി ചാനലിലുള്ള സാമൂഹ്യ പാഠം, അതിനു മുമ്പ് ഏഷ്യാനെറ്റിലുണ്ടായിരുന്ന നാട്ടരങ്ങ് തുടങ്ങിയ പരിപാടികളിലൊക്കെ കണ്ണടയൊക്കെ വെച്ച് താടിയൊക്കെ ആയിട്ട് വളരെ ദാർശനിക ഭാവത്തിൽ ഇങ്ങനെ ശ്രീരാമൻ ഇരിക്കുമ്പോൾ എനിക്ക് പോലും തോന്നിയിട്ടുണ്ട് ഈ മഹാമനുഷ്യൻ്റെ ശിഷ്യനായാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഇവർ രണ്ടുപേരുടെയും ജീവിതത്തിൽ പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാക്കുന്നതിന് കാരണമായ സ്ഥലം എന്ന് പറയുന്നത് തിരുനാവായ. ശരിക്കും പറഞ്ഞാൽ അരവിന്ദേട്ടനെ അനുസ്മരിക്കാനുള്ള സന്ധ്യയല്ല, ഇവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചതിൻ്റെ ഓർമ്മ പുതുക്കാനായിട്ടാണ് ഈ തിരുനാവായയിൽ ഈ അരവിന്ദ സന്ധ്യ എന്ന് പറയുന്ന ചടങ്ങ് ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ അരവിന്ദേട്ടൻ്റെ 2 സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഒന്ന് ചിദംബരം, മറ്റൊന്ന് ഒരിടത്ത്. അരവിന്ദേട്ടന് എന്നെ ഒരിക്കലും മാറ്റിമറിക്കേണ്ടി വന്നിട്ടില്ല. കാരണം എനിക്ക് ജന്മനാ കഴിവുണ്ടായിരുന്നു, ജന്മനാ സൗന്ദര്യം ഉണ്ടായിരുന്നു. സൗന്ദര്യം എന്ന് പറയുന്നത് ഈ ദൈവം വാരിക്കോരിത്തരിക എന്നൊക്കെ പറയുന്നത് പോലുള്ള സൗന്ദര്യം എനിക്കുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ആളുകൾ പരിഹാസത്തിൽ കുറേ നേരം ചിരിച്ചു. എൻ്റെ ഉദ്ദേശവും അത് തന്നെയായിരുന്നു.